ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആയിട്ടാണ് മിസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫൈനൽ എക്സാമിന്റെ ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറ്റാച്ച് സ്കൂളിനും ഇൻഡിപെൻഡന്റ് സ്കൂളിനും രണ്ട് വേറെ ഡേറ്റുകളിലാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം ടേബിൾ നോട്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങിക്കൂടുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, അറ്റാച്ച്ഡ് സ്കൂൾ HS ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂളിലെ 5ാം ക്ലാസ്സിന്റെ ടൈം ടേബിൾ നിങ്ങൾക്ക് 6-ാം തീയതി നിങ്ങൾക്ക് എക്സാം തുടങ്ങും മക്കളെ. അപ്പോൾ 6-ാം തീയതി നിങ്ങളുടെ 5ാം ക്ലാസ്സുകാരുടെ പരീക്ഷ ഉച്ചയ്ക്ക് മുമ്പാണ്, രാവിലെയാണ് എക്സാം വരുന്നത്. അപ്പോൾ 6-ാം തീയതി ഇംഗ്ലീഷ് ആണ് എക്സാം വരുന്നത്. ആൻഡ് 10-ാം തീയതി നിങ്ങൾക്ക് അടുത്ത മലയാളം ഇല്ല, നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണ്, ഫസ്റ്റ് ലാംഗ്വേജിന്റെ എക്സാം ആണ്. ആൻഡ് 12-ാം തീയതി നിങ്ങൾക്ക് മലയാളം സെക്കൻഡ്. അപ്പോൾ 6-ാം തീയതി കഴിഞ്ഞ് പിന്നെ 10-ാം തീയതി ആണ് നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ട് അവിടെ. ഇനി 10 കഴിഞ്ഞ് 12-നാണ് അടുത്തത് മലയാളം സെക്കൻഡിന്റെ എക്സാം. അതിനുശേഷം നിങ്ങൾക്ക് 17-ാം തീയതി ആണ് അടുത്ത പരീക്ഷ വരുന്നത്, സോഷ്യൽ സയൻസിന്റെ എക്സാം വരുന്നത്. ഇനി അതിനുശേഷം 19-ാം തീയതി ബേസിക് സയൻസ്, 24-ാം തീയതി ഹിന്ദി, 26-ാം തീയതി മാത്തമാറ്റിക്സ്, അതേപോലെ 27-ാം തീയതി നിങ്ങളുടെ വർക്ക് എഡ്യൂക്കേഷൻ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആർട്ട് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇത് ഇത്രയാണ് നിങ്ങളുടെ 5ാം ക്ലാസ്സിന്റെ ടൈം ടേബിൾ വരുന്നത്, അറ്റാച്ച്ഡ് സ്കൂൾ കേട്ടോ. ഇനി അടുത്ത 6-ാം ക്ലാസ്സിന്റെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 6-ാം ക്ലാസ്സുകാർക്ക് എല്ലാം ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ വരുന്നത്. സെയിം ഡേറ്റ് തന്നെയാണ്. 6-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം, 10-ാം തീയതി നിങ്ങൾക്ക് മലയാളം സെക്കൻഡ്, 12-ാം തീയതി ഹിന്ദി, 17-ാം തീയതി സോഷ്യൽ സയൻസ്, 19-ാം തീയതി മാത്സ്, 24-ാം തീയതി നിങ്ങളുടെ വർക്ക് എഡ്യൂക്കേഷൻ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആർട്ട് എഡ്യൂക്കേഷൻ അതിലേതെങ്കിലും. ഇനി 26-ാം തീയതി നിങ്ങളുടെ ബേസിക് സയൻസിന്റെ എക്സാം ആണ്. 27-ാം തീയതി ഇംഗ്ലീഷ്. അപ്പോൾ ലാസ്റ്റ് എക്സാം ഏതാണ്, ഇംഗ്ലീഷ് ആണ്. അപ്പോൾ 27-ാം തീയതി വരെ നിങ്ങളുടെ എക്സാം ഉണ്ട്. ഇനി ക്ലാസ് 7ന്റെ ആണെങ്കിൽ 6-ാം തീയതി ഇംഗ്ലീഷ്, 7-ാം ക്ലാസ്സിന് ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ വരുന്നത്. അപ്പോൾ 6-ാം തീയതി ഇംഗ്ലീഷിന്റെ എക്സാം ആണ്. 10-ാം തീയതി മലയാളം സെക്കൻഡ്, 12-ാം തീയതി നിങ്ങളുടെ മലയാളം, നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം, അറബിക്, സാൻസ്ക്രിറ്റ്, ഉറുദു, തമിഴ്, കന്നഡ. ഓക്കെ, അപ്പോൾ 17-ാം തീയതി നിങ്ങൾക്ക് മാത്സിന്റെ എക്സാം ആണ്. 19-ാം തീയതി ബേസിക് സയൻസ്, 24-ാം തീയതി സോഷ്യൽ സയൻസ്, 26-ാം തീയതി ഹിന്ദി, 27-ാം തീയതി നിങ്ങളുടെ വർക്ക് എഡ്യൂക്കേഷൻ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആർട്ട് എഡ്യൂക്കേഷൻ. ഇങ്ങനെയാണ് നിങ്ങളുടെ ടൈം ടേബിൾ. അപ്പോൾ അറ്റാച്ച്ഡ് സ്കൂളുകാർക്ക് 6-ാം തീയതി മുതൽ 27-ാം തീയതി വരെയാണ് പരീക്ഷ. അപ്പോൾ ഇതിനിടയിലൊക്കെ നമുക്ക് ഗ്യാപ്പ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം പഠിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അത്യാവശ്യം നന്നായി സീരിയസ് ആയിട്ട് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇനി അതേപോലെ കാരണം നിങ്ങൾക്ക് 6-ാം തീയതിയാണ് എക്സാം. ഇപ്പൊ തന്നെ ഫെബ്രുവരി 19 ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇൻഡിപെൻഡന്റ് സ്കൂളുകാരുടെ ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ 5ാം ക്ലാസ്സുകാർക്ക് എന്നാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്, 18-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 18-ന് എക്സാം തുടങ്ങിയിട്ട് 30-ാം തീയതി വരെയുണ്ട് നിങ്ങൾക്ക് എക്സാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 18-ാം തീയതി ഏതാ മക്കളെ, നിങ്ങൾക്ക് 5ാം ക്ലാസ്സുകാർക്ക് മൊത്തം പരീക്ഷയും ഉച്ചയ്ക്ക് മുമ്പാണ്, രാവിലെയാണ് എക്സാം. 18-ാം തീയതി നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം, അറബിക്, സാൻസ്ക്രിറ്റ് എക്സാം ആണ്. 19-ാം തീയതി അടുപ്പിച്ചാണ്, നെക്സ്റ്റ് ഡേ തന്നെയാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ പരീക്ഷ വരുന്നത്. പിന്നെ 23-ാം തീയതി നിങ്ങൾക്ക് രാവിലെ തന്നെ മലയാളം സെക്കൻഡിന്റെ പരീക്ഷ. 24-ാം തീയതി നിങ്ങൾക്കിവിടെ എക്സാമുകളൊക്കെ ഇത്രയും സെറ്റ് അടുപ്പിച്ചാണ് വരുന്നത്. 24-ാം തീയതി സോഷ്യൽ സയൻസ്, 25-ാം തീയതി ബേസിക് സയൻസ്, 26-ാം തീയതി ആർട്ട്, വർക്ക്, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇനി 27-ാം തീയതി മാത്സ്, 30-ാം തീയതി ഹിന്ദി. അപ്പോൾ ഇത്രയും പരീക്ഷകൾക്ക് ഗ്യാപ്പ് ഇല്ലാതെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാൻ സമയമില്ല. അപ്പോൾ നേരത്തെ തന്നെ പഠിച്ചു തീർക്കേണ്ട അവസ്ഥയാണ്. ഇനി 6-ാം ക്ലാസ്സുകാരനെ നോക്കുകയാണെങ്കിൽ ഇതേ സെയിം ടൈം ടേബിൾ ആണ്. അപ്പോൾ ഇത് ഇൻഡിപെൻഡന്റ് സ്കൂളുകാരുടെ ടൈം ടേബിൾ ആണ്. 18-ാം തീയതി മലയാളം സെക്കൻഡ്, 6-ാം ക്ലാസ്സുകാർക്ക് ഉച്ചയ്ക്ക് മുമ്പാണ് പരീക്ഷ കേട്ടോ. ഓക്കെ, ഇനി 19-ാം തീയതി മലയാളം നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ്, 23-ാം തീയതി ഹിന്ദി, 24-ാം തീയതി സോഷ്യൽ, 25-ാം തീയതി ഇംഗ്ലീഷ്, 26-ാം തീയതി ബേസിക് സയൻസ്, 27-ാം തീയതി ആർട്ട്, വർക്ക്, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, 30-ാം തീയതി ലാസ്റ്റ് എക്സാം മാത്സ് ആണ്. പക്ഷേ ഇവിടെ ഈ മാത്സിന് മാത്രം ഒരു ഗ്യാപ്പ് കിട്ടും, ബാക്കി എല്ലാ പരീക്ഷകളും അടുപ്പിച്ചാണ്. ബേസിക് സയൻസും സോഷ്യലും ഹിന്ദിയൊക്കെ അടുപ്പിച്ചാണ്. ഇനി 7-ാം ക്ലാസ്സുകാർക്ക് 18-ാം തീയതി മുതൽ 30-ാം തീയതി വരെ സെയിം ഡേറ്റിലാണ് എക്സാം വരുന്നത്. നിങ്ങൾക്കെല്ലാം ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ. 18-ാം തീയതി മലയാളം സെക്കൻഡ്, 19-ാം തീയതി നിങ്ങളുടെ മലയാളം ഫസ്റ്റ്, 23-ാം തീയതി മാത്സ്, 24-ാം തീയതി ആർട്ട്, വർക്ക്, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, 25-ാം തീയതി ഇംഗ്ലീഷ്, 26-ാം തീയതി ബേസിക് സയൻസ്, 27-ാം തീയതി ഹിന്ദി, 30-ാം തീയതി സോഷ്യൽ സയൻസ്. ഇങ്ങനെയാണ് നിങ്ങളുടെ ടൈം ടേബിൾ. അപ്പോൾ മക്കളെ, നിങ്ങളുടെ ഇൻഡിപെൻഡന്റ് അറ്റാച്ച്ഡും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻഡിപെൻഡന്റ് സ്കൂളുകാർക്ക് അടുപ്പിച്ചാണ് ഡേറ്റ് വരുന്നത്. അപ്പോൾ പഠിക്കാനുള്ള സമയമില്ല. ഇനി അറ്റാച്ച്ഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഇൻഡിപെൻഡന്റ് 18-നും അറ്റാച്ച്ഡിന് 6-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യും. സോ ഇനി നമ്മുടെ മുന്നിലുള്ള സമയം റിവിഷന് വേണ്ടി കംപ്ലീറ്റ് മാറ്റി വെക്കണം. സ്റ്റാർട്ടിങ് തൊട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മയിൽ വെച്ചുകൊണ്ട് സ്റ്റാർട്ടിങ് തൊട്ട് പഠിച്ചു തുടങ്ങിക്കോളാം. അപ്പോൾ നിങ്ങളെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ അല്ലെങ്കിൽ റിവൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ബാച്ചിലേക്കൊക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ചു തീർക്കാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് ആ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് സൗജന്യമായിട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഇയറിലെ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബാച്ചും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ നന്നായിട്ട് പഠിക്കാം മക്കളെ. അപ്പോൾ അടുത്ത കൊല്ലത്തെ ക്ലാസ്സിന് നമ്മൾ നേരത്തെ ക്ലാസ് തുടങ്ങുന്നതാണ്. സോ സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ട് പഠിച്ചു തുടങ്ങുക. നമ്മുടെ പബ്ലിക് എക്സാം അത്യാവശ്യം ടഫ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ കഴിഞ്ഞ പരീക്ഷകളുടെ ഒക്കെ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ. സോ ഫ്രണ്ട്സിനൊക്കെ ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.